എല്ലാ മേഖലകളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ഒരു പരിധിവരെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി വിജയുടെ കൂടെ കൂടിയതും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പാളിച്ചയാണെന്നാണ് ഞാൻ അതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. NDA സഖ്യത്തിന് എതിരായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനത്തിന് അർഹത നേടിയല്ലോ. 100 സീറ്റായി. അത് നിസ്സാരമായ നേട്ടമല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദൈവത്തിനും മുൻനിർത്തിയൊന്നും വോട്ട് ചോദിച്ചാൽ ഇനിയുള്ള കാലത്ത് വിജയിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ജെൻസികൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, രാഷ്ട്രീയ നേതാക്കളോടും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ജെൻസികൾ തന്നെയാണ്. എന്നാൽ അവർ മോദിയെ വിശ്വസിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അവർ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുന്നു എന്ന് തന്നെയല്ലേ? അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപക്ഷെ പ്രതിപക്ഷമായി ഇരുന്നു കൊണ്ട് പല കാര്യങ്ങളിലും വീഴ്ച പറ്റിയെങ്കിൽ യുവാക്കൾക്ക് തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കൊപ്പമുള്ള ഇന്ത്യ സഖ്യത്തെ കൂട്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ മുന്നോട്ട് വയ്ക്കുന്നില്ല, ഞാൻ ഉണ്ടാകും എന്ന ഒരു മെസ്സേജ് രാഹുൽ ഗാന്ധി നൽകുന്നു. രാഹുൽ ഗാന്ധിയുടെ തിരിച്ചുവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പപ്പു എന്ന് ആവർത്തിച്ച് വിളിച്ചവർക്ക് മുന്നിലൂടെ തന്റെ വിജയം, അല്ലെങ്കിൽ തനിക്ക് രാഷ്ട്രീയത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്, തനിക്കൊപ്പം നിൽക്കാൻ ജെൻസികൾ ഉണ്ട് എന്ന രാഹുലിന്റെ തിരിച്ചുവരവ് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. പക്ഷേ അത് എത്രമാത്രം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ കൊണ്ട് എത്തിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി അത് ഇനീഷ്യേറ്റീവ് എടുത്തു. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി അപ്രീസിയേഷൻ അറിയിക്കുന്നുണ്ട്. കാരണം അന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടത്തിയ 4 മണിക്കൂർ 5 മണിക്കൂർ സത്യാഗ്രഹം ഇരുന്നു. ഒരു FIR ഫയൽ ചെയ്യാൻ പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഗ്രീൻ സിഗ്നൽ കിട്ടണം എന്നാണ് ഡൽഹി പോലീസിന് എന്ന് വന്നാൽ എന്താ നമ്മുടെ നിയമത്തിൻ്റെ ഒരു സ്ഥിതി ഇവിടെ? അത് വാങ്ങിച്ചെടുത്തു എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ വലിയ നേട്ടം തന്നെയാണ്. അത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേട്ടമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ഒരു ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ് എന്ന ചിന്തയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കത്തിന് പിന്നിലെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയുടെ നീക്കത്തിന് പിന്നിലെങ്കിൽ മനസ്സിലാക്കാം. അതല്ല വ്യക്തിപരമായ നേട്ടത്തിനാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വ്യക്തിപരമായി ഇനി എന്ത് നേടാനാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ. അതിനാണ് ഈ നേരത്തെ പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ സപ്പോർട്ടോടുകൂടി രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു ബദൽ പ്രോഗ്രാം ഉണ്ടാക്കണം. കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ആ പ്രോഗ്രാം പണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയില്ലേ? അതിൻ്റെ പേരിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലേ? കാരണം ഒരു പാൻ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് മാത്രമേ ഇപ്പോഴുള്ളൂ. എല്ലാ മേഖലകളിലും എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ഒരു പരിധിവരെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അതിന് പാരമ്പര്യമുണ്ട്, പ്രവർത്തനക്ഷമത ഇതൊക്കെ ഉണ്ട്. പക്ഷേ നേതൃത്വ ക്ഷാമം, പിന്നെ ഒരു യൂണിറ്റി അവരുടെ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സംഘടനാപരമായ ദൗർബല്യം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതിന് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ മുൻകൈ സഹായകമാകുമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. അല്ല, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ കാണാറുണ്ട്, ജനങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. കോൺഗ്രസിനൊരു വലിയ പരാജയം ഉണ്ടാകുന്നു. പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ പ്രവർത്തകരും പല ചാനലുകളും പറയുന്നു ഇനി കോൺഗ്രസിന് ഇന്ത്യയിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല, കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതെയായി എന്ന് പറയുന്നിടത്ത് നിന്ന് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ എന്ന് പറഞ്ഞ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടക്കുമ്പോൾ ഇവൻ പപ്പുവാണ്, അല്ലെങ്കിൽ ഇയാൾ പപ്പുവാണ്, അമൂൽ ബേബിയാണ്, ഇയാൾക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രം, ഇയാളെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞെടുത്ത് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരാനുള്ള സൂചന നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യമുണ്ടാക്കി ശക്തമായ ഒരു പ്രതിപക്ഷമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ മനുഷ്യന്റെ വിജയമാണ്. ഇപ്പൊ ജെൻസികളെ ഒപ്പം കൂട്ടി പല വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അയോധ്യയുടെ രാമനെ ഉയർത്തിക്കാട്ടി വോട്ട് പിടിച്ച അയോധ്യ രാമക്ഷേത്രവുമായി നടന്ന കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ, CJPയുടെ സമരത്തിന് പിന്നാലെ ഉണ്ടായ രാജി, അതിനുശേഷം സഭയിൽ വരാൻ ഭയന്ന ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയും ഒക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പ്രതീക്ഷയായി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ആ പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന് കൂടി ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാനാകും? തീർച്ചയായും. അത് എങ്ങനെയെങ്കിലും ആ ഒരു സഖ്യത്തിന്റെ ഐക്യം സിമന്റ് ചെയ്യാൻ എന്നുള്ള അങ്ങേയറ്റത്തെ സുപ്രധാനമായൊരു ദൗത്യമാണ് രാഹുൽ ഗാന്ധിക്ക് നിർവഹിക്കാനുള്ളത്.
അതിന് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടെ മെച്യൂർ ലീഡർഷിപ്പ് അദ്ദേഹത്തിന് സഹായത്തിന് വേണം. പ്രത്യേകിച്ച് ജയറാം രമേശിനെ പോലെയുള്ള വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവ് അതിനകത്തുണ്ട്. പക്ഷെ അവർക്കൊന്നും വേണ്ടത്ര പ്രാധാന്യം വർക്കിംഗ് കമ്മിറ്റിയിലില്ല. അതുപോലെ ശശി തരൂരുണ്ട്. ശശി തരൂര് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു തൊട്ടില്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. അവർക്ക് വാസ്തവത്തിൽ സജീവമായ രംഗത്ത് വന്നാൽ തീർച്ചയായും ഈ BJPക്ക് NDA സഖ്യത്തിനും ബദൽ സഖ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബദൽ സഖ്യത്തിന് സാധ്യതയുണ്ട്. ഇനി കോൺഗ്രസ് നേതൃത്വം മറ്റുള്ള ഭൂരിപക്ഷം അംഗങ്ങൾക്കും സ്വീകാര്യമല്ലെങ്കിൽ കൂട്ടുമന്ത്രിസഭ ആയിക്കോട്ടെ, കൂട്ടു നേതൃത്വം ആയിക്കോട്ടെ. ഇപ്പോൾ ബീഹാറിൽ നിന്നൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അവിടുത്തെ ലോക്കൽ സ്വാധീനമുള്ള പാർട്ടികളാണെങ്കിൽ അവരെ ആരെങ്കിലും കൂടെ ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി ആ മുന്നണിയിൽ കോൺഗ്രസിനുള്ള പോലെ തന്നെ സ്വാധീനവും പ്രവർത്തന സ്വാതന്ത്ര്യവും ആ കക്ഷികൾക്ക് കൂടി കൊടുത്താൽ തീർച്ചയായും ഇപ്പോൾ ഈ വിജയ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ DMK ആയിട്ട് പണം കണ്ട ഒരു കാര്യമില്ലായിരുന്നു. DMKക്ക് ഇപ്പോഴും അവിടെ റൂട്ട്സ് ഉണ്ട്. പിന്നെ വിജയ് ഒരു സിനിമ ആക്ടർ എന്ന രീതിയിൽ അനുഭവ സമ്പത്തുള്ള ഒരാളൊന്നുമല്ല. അദ്ദേഹം വിജയിച്ചാൽ വിജയിച്ചു, പരാജയപ്പെടാനും സാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പോയി വിജയുടെ കൂടെ കൂടിയതും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ പാളിച്ചയാണെന്നാണ് ഞാൻ അതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതേപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി മാറുമെന്ന്. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടോ ഇന്ത്യയിൽ? ഇപ്പോഴില്ല, ഉണ്ടാക്കിയെടുക്കണം. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആയിക്കൂടാ? അപ്പോൾ ഈ പപ്പു എന്നുള്ളത് ശരിവെക്കുകയല്ലേ അദ്ദേഹത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് എന്താ പറയുക, വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കാൻ ഒരു ടീം ഉണ്ടായിരിക്കണം. അതിപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവരുടെ കൺസൾട്ടേഷൻ കൊണ്ടാണ് VK കൃഷ്ണമേനോൻ, നെഹ്റുവിൻ്റെ എന്ത് കാര്യമുണ്ടെങ്കിലും VK കൃഷ്ണമേനോട് ചോദിച്ചിട്ട് നെഹ്റു ചെയ്യുമായിരുന്നുള്ളൂ. ആ VK കൃഷ്ണമേനോൻ ഗോവ വിമോചന സമരത്തിൽ നെഹ്റുവിനോട് ചോദിക്കാതെയാണ് പട്ടാളത്തെ അയച്ചത്. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കൃഷ്ണമേനോൻ പറഞ്ഞു, പണ്ഡിറ്റ് ജി, ഇറ്റ് ഈസ് ഓൾ ഓവർ, യു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. നെഹ്റു മറന്നു. വീണ്ടും VK കൃഷ്ണമേനോനെ തന്നെ ഡിഫൻസ് മിനിസ്റ്ററാക്കി. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസ്സിന് ഇല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ആ നേതൃത്വം ഉണ്ടാകണമെങ്കിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ആവേശം ധാരാളമുള്ള രാഹുൽ ഗാന്ധിയെ അതിന് സജ്ജനാക്കണം. അതിൻ്റെ ചുമതല സീനിയർ പാർട്ടി ലീഡേഴ്സിനുണ്ട്. അവരും ഓരോ കാര്യസാധ്യതത്തിന് വേണ്ടി അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ആ ദൗത്യം വിജയിക്കാൻ പോകുന്നില്ല. ഇന്ത്യ സഖ്യത്തിന്റെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രതിപക്ഷത്തേക്ക് ഇന്ത്യ സഖ്യം വരുന്നത്. ഇന്ത്യ സഖ്യം പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷമാകുന്നില്ല. എന്നാൽ ചില സമയത്ത് ഇന്ത്യ സഖ്യം രാജ്യം വിചാരിക്കുന്നതിനേക്കാൾ നല്ല പ്രതിപക്ഷ ശക്തിയാകുന്നുണ്ട്. പലപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഒരു ഐക്യമില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ CJPയുടെ സമരം തെരുവിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്ത്യ സഖ്യത്തിന് പഴയ പോലെ ഒരു ഐക്യം ഉണ്ടായത്. ഇനിയും ഇപ്പൊ നിലവിലുള്ള ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കഴിയേണ്ടതാണ്. കഴിയുമോ ഇല്ലെന്ന് ചോദിച്ചാൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. എന്താ പറയുക, ഒരു എലിമെൻ്റ് ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്. ആ അൺസർട്ടനിറ്റി ഒരു ഹെൽത്തി പൊളിറ്റിക്കൽ കൺഗ്ലോമറേഷൻ ഉണ്ടാക്കുന്നതിന് ഇന്ത്യ സഖ്യത്തെ എപ്പോഴും പിന്നാക്കം വലിക്കുന്നൊരു ഫാക്ടറാണ്. ആ ഫാക്ടർ നിശേഷം തുടച്ചു നീക്കാൻ കഴിഞ്ഞാലേ ഒരു ബദൽ ശക്തിയായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഇന്ത്യ സഖ്യത്തെ കാണുള്ളൂ. അത് പ്രാദേശിക പാർട്ടികളുടെ ഒരു കോൺഗ്ലോമറേഷനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ NDAക്ക് സഖ്യത്തിന് എതിരായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്ഥാനത്തിന് അർഹത നേടിയല്ലോ. 100 സീറ്റായി. അത് നിസ്സാരമായ നേട്ടമല്ല. അതിനേക്കാൾ ഒട്ടും ജയസാധ്യത NDAക്ക് കൂടിയിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ബീഹാറിൽ നിന്ന പരാജയം
ഗുജറാത്തിൽ പോളിംഗ് പെർസെൻറ്റേജ് 6-1 കുറഞ്ഞു. അതനുസരിച്ച് അവിടുത്തെ പിന്നെ BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പം അതൊരു ഇൻഡിക്കേറ്ററായിട്ട് കാണണം. വാരാണസിയിൽ നിന്ന് മോഡി ജയിച്ചു. ആദ്യത്തെ 5-6 റൗണ്ടിൽ പിന്നോട്ട് പോയിട്ടാണ് ജയിച്ചത്. ഇവിടെ പിണറായി വിജയന് സംഭവിച്ച പോലെ തന്നെ. അപ്പം ഇത് ഈ നമ്മൾ ജനങ്ങളുടെ പിന്തുണ യു കനോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അല്ല, ഇപ്പോ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഹിന്ദു ദൈവങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് രാമനെ മുൻനിർത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. അതിൽ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ വീണത് തന്നെ വിശ്വസിക്കേണ്ടി വരും. ഇനി ഹിന്ദു ദൈവങ്ങളെയോ രാമനെ ഉയർത്തിക്കാട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPക്ക് കഴിയുമോ? ഇല്ല, കഴിയില്ല. കാരണം അയ്യപ്പനെ മുൻനിർത്തി ഇവിടെ ചൂഷണം നടന്നപ്പോൾ ആദ്യകാലത്തൊക്കെ നിശബ്ദത ഭരിച്ച BJP ഇനീഷ്യേറ്റീവ് കയ്യിൽ നിന്ന് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവരും വേറൊരു സംവിധാനം, ഇവിടെ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തി UPയിലെ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വായിക്കുന്നു. ഇവിടുത്തെ മന്ത്രി തന്നെ, അവിടെ NSSന്റെ പ്രതിനിധികളും, അന്നാണല്ലോ 1-ാം നമ്പർ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റി വലിയ ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കുന്ന പോലെ മുഖ്യമന്ത്രി ചെയ്തു, അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തത്. അതൊക്കെ നിസ്സാരമായ രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അപ്പോഴും BJP വിചാരിച്ചില്ല ഈ തിരിച്ചടി പിന്നെ ഇവിടെ ശ്രീരാമൻ്റെ ചൂഷണത്തിലൂടെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ തന്നെ വേറൊരു കാര്യം ലഭിക്കണം. ഞാൻ അന്ന് ഒരു ലേഖനത്തിൽ എഴുതിയ ഇപ്പോഴും ഓർക്കുന്നു. ഫൈസാബാദ് മണ്ഡലത്തിലാണ് പിന്നെ ഈ ശ്രീരാമക്ഷേത്രം ഉള്ളത്. ആ ഫൈസാബാദ് അസംബ്ലി സെഗ്മെൻറ്റിൽ ജയിച്ചത് BJPക്കാരനായിരുന്നില്ല, ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ പോയവരുടെയൊക്കെ ഫോട്ടോ എൻ്റെ ഒരു നീസ് ബോംബെയിൽ നിന്ന് അയച്ചു തന്നു. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ വെച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ പോകുന്നത് ഹിന്ദിയിൽ. എന്താണെന്ന് അവർക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ വോട്ടവകാശം ഭരണഘടനാ അവകാശമാണ് എന്ന ബോധം അവരുടെ മനസ്സിലുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷന് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവർ വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അവരുടെ വോട്ട് മുഴുവൻ BJP ആയിരുന്നു. ശ്രീരാമൻ്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടും ശ്രീരാമൻ്റെ ക്ഷേത്രമുള്ള ഫൈസാബാദിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി തോൽക്കുന്നു. നിസ്സാരമായൊരു കാര്യമല്ല. ഇത് ആവർത്തിക്കപ്പെടാനാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശ്രീരാമൻ്റെ മോഷണം കൂടി വന്നപ്പോൾ ചെമ്പത്റായിയാണ് 1-ാം. ഇപ്പോൾ ചെമ്പത്റായി അവർ പഠിക്കും. പക്ഷേ ചെമ്പത്റായിയാണ് കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെ മറ്റുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദൈവത്തിന് മുൻനിർത്തിയൊന്നും വോട്ട് ചോദിച്ചാൽ ഇനിയുള്ള കാലത്ത് വിജയിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.